യേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശു നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതും. എത്ര മഹത്തായ ഒരു സന്ദേശമാണ്. ഇന്ന് നമുക്ക് പറയാം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആകയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും, മനുഷ്യൻ ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തിത്വമുള്ളതാണ്. വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് നമുക്കൊരു മുഴം കൂട്ടാനും ഒരു മുഴം കുറയ്ക്കാനും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ആകയാൽ നമ്മുടെ ചിന്താഭാരങ്ങളെല്ലാം ആ ദൈവത്തെ ഒന്ന് ഭരമേൽപ്പിക്കാം. നാം ഈ ദിവസങ്ങളിൽ അത്യന്താപേക്ഷിതമായി ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭാരങ്ങൾ മുഴുവൻ, നമ്മുടെ ആകുലതകൾ മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ ഭരമേൽപ്പിച്ചാൽ നമുക്ക് പിന്നെ ഭാരപ്പെട്ട് നിൽക്കേണ്ടി വരത്തില്ല. ദൈവം നമുക്ക് വേണ്ടി കരുതും. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടായി. ഇസഹാക്കിന്റെ കാലഘട്ടത്തിലും അതിനേക്കാൾ വലിയ ക്ഷാമമുണ്ടായി. പക്ഷെ ദൈവം പറഞ്ഞു, നീ എങ്ങും ഓടിപ്പോകണ്ട. ഇസഹാക്ക് ആ ദേശത്ത് സാഹചര്യമൊന്നും അനുകൂലമല്ലാതിരിക്കെ താൻ വിതച്ചു. ഇസഹാക്ക്, ഞാൻ ചോദിക്കാം, എങ്ങനെ ധൈര്യം വന്നു? എല്ലാരും മടിക്കുന്നൊരു കാലഘട്ടത്തിൽ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ വിതയ്ക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ആകുലതകളൊന്നുമില്ലാതെ, ടെൻഷനുകളൊന്നുമില്ലാതെ വിതയ്ക്കാൻ ധൈര്യം കാണിക്കുന്നവർക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ വലയെറിഞ്ഞ പത്രോസിനെ പോലെ, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ശരിയാ, ഇന്ന് രാവിലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ വലയിറക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന്റെ കരുതൽ, ഞാനിങ്ങനെ പറയാം, നമ്മുടെ ലൈഫിൽ വെളിപ്പെടേണ്ടത് മാനുഷികമായ യാതൊന്നുമല്ല, മാനുഷികമായ ഒരു കരുതലുകളുമല്ല. അതെല്ലാം അസ്ഥാനത്തായി പോകുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന സമയമാ. ഇസഹാക്കിന് വേണ്ടി മാത്രമല്ല, യോസഫിന് വേണ്ടി മാത്രമല്ല, പത്രോസിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുന്നു. ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ ദേശത്ത് വിത്ത് വിതയ്ക്കാൻ പാകമാകുന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതം. വിതയ്ക്കുക മാത്രമല്ല, ആ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു, 100 മേനി വിളവ് തനിക്ക് ലഭിച്ചു. നിങ്ങൾ വിളവുകൾ അനുഭവിക്കാൻ പോകുകയാ. നിങ്ങൾ വിളവുകൾ അനുഭവിക്കുവാൻ പോകുകയാ. ദൈവത്തിന്റെ കരുതൽ അതിന്റെ മേൽ വെളിപ്പെടട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.